ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കമൻസ് ആയിട്ട് വന്ന ഡൗട്ട്സിൽ റെലവൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു ആൻസേഴ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ബോഡി പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കാലിൽ വേദന വരുന്നു, ബാക്കിൽ വേദന വരുന്നു, അല്ലെങ്കിൽ ബോഡിയുടെ ഓരോ പാർട്സിൽ പ്രശ്നങ്ങൾ വരുന്നു, വേദനയായിട്ട് വരുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടിരുന്നു, ലൂസ് മോഷൻസ് ആവുന്നുണ്ട് പെട്ടെന്ന്, ഇത് കറണ്ട് എനർജിയുടെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുന്നവർ. അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നു, തലവേദന, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അസെൻഷൻ്റെ ഭാഗമാണെന്ന് ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള റീസൺ അതിന് പെക്യുലറായിട്ട് ഓരോ ഇൻഡിവിജ്വൽ റീസൺസ് കാണും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫെമിനിൻ എനർജി ഹീലാവുമ്പോൾ എന്താണ്, മസ്കുലിൻ എനർജി ഹീലാവുമ്പോൾ എന്താണ്, ഇതൊക്കെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോഡി പെയിൻസ് ഇൻ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞിട്ട്. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. അതല്ലാതെ ഈ ഒരു ബോഡി പെയിൻ വരുന്നതിൻ്റെ കാരണം, കോർ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ, അസെൻഷനിലേക്ക് വരുമ്പോൾ ഹീലിംഗ് ആണ് നമ്മളുടെ നടക്കുന്നത്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ നമ്മൾ നമ്മളുടെ ബോഡി ലെവലിലാവാം, അതായത് 7 ബോഡീസ് എന്നാണ് പറയുന്നത്. ആ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ വരെ പോകണമെങ്കിൽ, അപ്പോൾ അവിടെ വരെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, കാരണം സേവിങ് എന്ന് പറയുന്നത് അത് നല്ല സേവിങ് അല്ല. ആക്ച്വലി നമ്മളൊന്നിനെയും ഫൊർഗീവ്നെസ് ഒന്നും കൊടുക്കാതെ ആ ട്രോമാസിനെയും ബ്ലോക്കേജസിനെയും ഒക്കെ ബാഗേജായിട്ട് നമ്മൾ കൊണ്ട് നടക്കും. പക്ഷേ ഇവിടെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു തിങ്കിങ് പ്രോസസ്സിലായിരിക്കും. നമ്മൾ എത്ര പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരുന്നാലും നമുക്കൊക്കെ അറിയാം, പിന്നെയും ഈ മൈൻഡ് പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ പിന്നെയും പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അലൈൻ ആവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അസെൻഷനിൽ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു പകുതിയൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ. എന്നാൽ ഹീലിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡ് അത്രയും തിങ്കിങ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അതൊക്കെ പല കാര്യങ്ങളും മറന്നു പോകും. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഈ ജന്മത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർഡ് ആയിട്ടിരിക്കും. അത് വളരെ ചെറിയ കാര്യമായിരിക്കാം, നമ്മുടെ കുഞ്ഞിലേ നടന്ന വളരെ കുഞ്ഞു കാര്യമായിരിക്കാം. നമുക്ക് മേ ബി ആ ഒരു സമയത്ത് ഓർമ്മശക്തി കാണണമെന്ന് പോലും ഇല്ല. മേ ബി ഒരു 2-2.5 വയസ്സിൽ, അമ്മയുടെ വൂമ്പിലുള്ളപ്പം ഉള്ള ഇമോഷണൽ ട്രോമാസ് പോലും നമ്മളുടെ ബോഡിയിൽ സ്റ്റോർഡ് ആണ്, നമ്മുടെ DNA ലെവലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീലാവാൻ തുടങ്ങുമ്പം നമ്മൾ നമ്മളിലേക്ക് നോക്കുകയാണ്. അതായത് നമ്മളുടെ പേര് വിളിച്ച്, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഈ ഒരു ഇമോഷണൽ ബാഗേജ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അത് എങ്ങനെയായിരിക്കും വരുന്നത്? അതൊരു ബോഡി പെയിനിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സപ്രസ്ഡ് ഇമോഷൻ റിലീസ് ആവാനായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ DNA ഹീലിംഗ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇനീഷ്യലി ബോഡി പെയിൻ വരുമ്പോൾ മനസ്സിലാക്കുക, ഓരോ ഇമോഷൻസ് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ റിലീസ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ തേടി പോകുമ്പോൾ പിന്നെയും കണ്ടീഷൻഡ് മൈൻഡായി, അതായത് എല്ലാം ഒരു ഡൗട്ടിൻ്റെ എനർജിയിലായി. പിന്നെ അവിടെ സറണ്ടർ സ്റ്റേജ് ഇല്ല. കാരണം നമ്മൾ സറണ്ടർ എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ ജേർണി മാത്രമല്ല നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ സറണ്ടർ ചെയ്യണം. ഔട്ട്കം സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നല്ല, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കാതെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഈ ജേർണി അൾട്ടിമേറ്റ്ലി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെയും ബോഡി പെയിൻസ് വരുമ്പം അതിനെ പിന്നെയും സറണ്ടർ ചെയ്യുക. നിങ്ങൾ രേഖയൊക്കെ പഠിച്ചവരാണെങ്കിൽ അവിടെ പിന്നെയും നിങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കാവുന്നതാണ്. അതല്ല, ഇനി ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ സ്പിരിച്വൽ ജേർണിയിൽ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഇതുവരെ ടാപ്പിൻ ചെയ്തിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഗൈഡ്സ് എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതായത് സ്പിരിച്വൽ ടീം നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ്. റിക്വസ്റ്റ് ചെയ്യുക, ആർക്കേഞ്ചൽസിനോടാവാം, ഏഞ്ചൽസിനോടാകാം, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് അല്ലെങ്കിൽ ആ ഒരു ഡൈറ്റിയോട് നിങ്ങളുടെ ആ ഒരു പെയിൻ മാറ്റിത്തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഇത് റിക്വസ്റ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതിനെ നിങ്ങൾ സബ് കോൺഷ്യസ്ലി ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെയും പെർട്ടിക്കുലറായിട്ട് ഈ പെയിൻ എന്ന് എടുത്തിട്ടല്ല, കോമൺ ആയിട്ട് ഉള്ള ഒരു ആൻസറായിട്ടാണ് ഈ ഒരു ആൻസർ തന്നിരിക്കുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കുറേ നാൾ മുമ്പ് വന്ന ഒരു കമൻ്റാണ്. ഇന്നർ യൂണിയൻ അല്ലെങ്കിൽ മിനി യൂണിയൻ കഴിയുമ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇടാറുണ്ട് കമൻറ്റ് ബോക്സിൽ, യൂണിയൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആൾ ചോദിച്ചിരിക്കുന്നത് ഒരു സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് അവരുടെ തോട്ട് പാറ്റേണിൽ എഫക്റ്റ് ആവില്ലേ മറ്റുള്ളവരുടെ യൂണിയൻ കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ, ആൻഡ് അവരുടെ ഹോപ്പിനെ അവർ നഷ്ടപ്പെടുകയല്ലേ അവിടെ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഉള്ളിലെ ഡിവിനിറ്റീനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ആ ഒരു നാളുമുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ജന്മത്തിലെ ആവാം പല ജന്മങ്ങളിലെ ആവാം, കാർമിക് ലെസൺസ് മാത്രം എടുത്തിട്ട്, എക്സ്പീരിയൻസസ് മാത്രം എടുത്തിട്ട് ആ ഒരു കാര്യങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു ദൈവികതയിലേക്ക്, അതായത് നമ്മുടെ ഷാഡോ സെൽഫിനെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലൈറ്റിനെ നമ്മൾ കോൺക്യൂർ ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ എനർജറ്റിക്കലി നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ യൂണിവേഴ്സൽ എനർജീസുമായിട്ട് അലൈൻ ആവുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ യൂണിയൻ കഴിഞ്ഞു എന്ന് ഇട്ടു എന്ന് കാണുമ്പോൾ നമുക്കവിടെ ഒരു ഹോപ്പ്ലെസ്നെസ് വരുന്നുണ്ടെങ്കിൽ, നമുക്കവിടെ ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ ആ പെയിൻ നമ്മളിലുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മളിനിയും ആ ഒരു പെയിനിനെ നമ്മൾ ഹീലാക്കേണ്ടതാണ്. അത് നമ്മളുടെ ഉള്ളിലെ ആ പെയിനിനെ അത് ട്രിഗർ ചെയ്തു എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ എന്ത് പെയിനാണ് നമുക്ക് വന്നത്, അത് ഹോപ്പ്ലെസ്നെസ് ആവാം, ജലസി ആവാം, കമ്പാരിഷൻ്റെ ഒരു എനർജി ആവാം, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മിറർ എക്സസൈസിലൂടെ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു തരാനുള്ളത്, യൂണിയനിലൊക്കെ വരുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞും പലരും യൂണിയനിലുണ്ടെന്ന് പറയുമ്പോഴും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ചാറ്റ്സ് ഞാനൊരു റിവ്യൂ ആയിട്ട് ഇടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി ഹീലിങ്ങിൻ്റെ മാത്രമാണ് ഇടുന്നത്, യൂണിയൻ്റെ ഇടാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഡിവൈൻ യൂണിയൻ എന്ന് പറയുന്നത് അത്രയും പവിത്രമായ പ്യൂരിറ്റിയോടെ ഉള്ള ഒരു സംഭവമാണ്. അതിൽ ഒരു നെഗറ്റീവ് തോട്ട് പോലും അതിൽ ഏൽക്കരുത്. അപ്പം നമ്മളൊക്കെ നെഗറ്റീവ് ആണെന്നല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു യൂണിയൻ നടന്ന ആൾക്കാരിൽ അതിൻ്റെ ഇമ്പാക്റ്റ് മേ ഓർ മേ നോട്ടാണ്, പോസിബിലിറ്റി ഉണ്ട് അവിടെ ഒരു ഇമ്പാക്റ്റ് വരാനായിട്ട്. ആ ഒരു ആ ഒരു ഇവിളായി എന്ന് പറയാം, അങ്ങനത്തെ കാര്യങ്ങൾ. സോ കഴിവതും നിങ്ങളുടെ യൂണിയൻ ഒരു സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. ആൻഡ് നിങ്ങൾ അസെൻഡ് ആവുക, അതിലൂടെ ആ വെളിച്ചത്തിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആൻഡ് മറ്റുള്ളവർ യൂണിയനിൽ വന്നു എന്ന് ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ കണ്ടാൽ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക. കാരണം ബിയോണ്ട് ദാറ്റ്, എൻ്റെ യൂണിയൻ നടന്നില്ല അവരുടെ യൂണിയൻ നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ഡിവൈൻ ഫെമിനയിൽ ആവുന്നുണ്ടോ? നമ്മളവിടെ ലോവർ എനർജീസിലാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഇനിയും യെറ്റ് ടു ഹീൽ ദാറ്റ് പാർട്ട്, ആ ഒരു പാർട്ട് ഇനിയും നമ്മളിൽ ഹീൽഡ് അല്ല എന്നുള്ളത്. സോ അവിടെ ബ്ലെസ്സിങ്സ് കൊടുക്കുക. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു വരുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, DM-ൻ്റെ സോഷ്യൽ മീഡിയ സെപ്പറേഷൻ ടൈമിൽ മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ DM ആരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും ട്രിഗേഴ്സ് കിട്ടുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഫെമിനൈൻ എനർജി എത്രത്തോളം അസെൻഡ് ആവണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു ജേണിയിൽ നമ്മൾ DM-ലേക്കല്ല ഡിവൈനിലേക്കാണ് നോക്കേണ്ടത്. അതായത് DM എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി ആ ഒരു ഡിവൈനിലേക്ക് നോക്കുന്ന ആ സ്ഥായിലേക്ക്, ആ ഒരു അത്രയും പവറിലേക്ക് വരണം, ഡിവൈനിൽ അലൈൻ ആവണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഒരു യൂണിയൻ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ യൂണിയൻ നടന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ഇന്നർ പീസിൽ നമുക്ക് കോൺസ്റ്റൻ്റ്ലി ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് ഒത്തിരി ട്രിഗറുകൾ വരുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ മ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു ബ്ലോക്കാണ് സർഫേസിൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മ്യൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നത്?
ബാലൻസിലിരിക്കുന്ന ഒരു സോളാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് സ്വയം ചോദിച്ചിട്ട് ആ വരുന്ന പെയിനിനെ നമുക്ക് മിറർ എക്സസൈസിലൂടെ ഹീൽ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഫോട്ടോസ് കാണുമ്പം നമ്മൾ ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ ആ കാണുമ്പോൾ എന്ത് കാര്യമാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്? ഒരു ജലസിയാണോ, അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണോ, ഒരു ഫീലിംഗ് ആണോ നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രിഫറൻസ് തരുന്നില്ല, നമുക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണോ? ഇതൊക്കെയും നമ്മൾ സ്വയം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത കാര്യമായിരിക്കും മാക്സിമം കാര്യങ്ങൾ DM നമ്മളെ ട്രിഗർ ചെയ്ത് കാണിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് സോഷ്യൽ മീഡിയ മ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ആവുന്നില്ല എങ്കിൽ ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ഇന്നർ വോയിസ് ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മ്യൂട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 7 ചക്ര മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നമ്മൾ ഹീൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പാസ്റ്റ് ലൈഫ് അടക്കം, അതായത് സോൾ ഇൻകാർണേഷൻ തൊട്ടിങ്ങോട്ട് എത്രത്തോളം നമ്മൾ സോൾ ലെവലിൽ ഒരു കർമാസ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇമോഷണൽ ബാഗേജസ് ആവാം, ബ്ലോക്കേജസ് ആവാം, ട്രോമാസ് ആവാം, ഫിയേഴ്സ് ആവാം, ഫോബിയാസ് ആവാം, ഇതൊക്കെ നമുക്ക് ഹീൽ ചെയ്താൽ മാത്രമേ അത്രയ്ക്ക് പ്യൂരിറ്റി, ആ ഒരു പ്യൂർ സോൾ, ആ സോളിൻ്റെ ആ പ്യൂരിറ്റിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 7 ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹീൽ ചെയ്യുക എന്നുള്ള ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. ഇമ്പോർട്ടൻസ് ഓഫ് 7 ചക്ര ഹീലിംഗ് ഇൻ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കണ്ടു നോക്കുക. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ലാസ്റ്റ് ബർത്ത് ആണെന്ന് പറയുമല്ലോ. എൻ്റെയും DMൻ്റെയും കഴിഞ്ഞ 6 പാസ്റ്റ് ലൈഫുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പിന്നെയും നമുക്ക് റീബർത്ത് വരാറുണ്ടോ എന്നായിരിക്കണം ആ ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം സോളിൻ്റെ ജേർണിയാണ്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു വസ്ത്രം, അത് നമ്മളുടെ മനുഷ്യജന്മം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ പേര് നിഷ എന്നാണെങ്കിൽ ഈ നിഷ എന്ന് പറയുന്നതും ഈ ഒരു ബോഡിയും ഈ ഒരു അപ്പിയറൻസും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒരു ജന്മത്തിൽ എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ദാറ്റ് മീൻസ് ഇതൊരു 3D ഐഡൻറ്റിറ്റി മാത്രമാണ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് എൻ്റെ സോൾ എന്ന് പറയുന്നത് കുറേ ജന്മങ്ങളായിട്ട് ഈ ജേർണിയിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിം ജേർണി ഒരു ജന്മത്തിൽ നമ്മളാരും കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഇത് വാസ്തവമാണ്. എന്തുകൊണ്ടാണ് ഒരു ജന്മത്തിൽ കംപ്ലീറ്റ് ചെയ്യാത്തത്? എല്ലാ ട്വിൻ ഫ്ലെയിംസിനും അസെൻഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇതൊരു ജേർണി ആണെന്ന്, ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും, അല്ലെങ്കിൽ ഈ ഒരു ജേർണിയുടെ എന്താണ് ഈ ജേർണിയുടെ ഉദ്ദേശം, ഇത് സോളായിട്ട് പ്രിഫർ ചെയ്തതാണ്, ചൂസ് ചെയ്തതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മൾ പല ജന്മങ്ങളിലും നമ്മളുടെ DMനെ കണ്ടുമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ DFനെ കണ്ടുമുട്ടുന്നുണ്ട്, അവിടെ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പല ജന്മങ്ങളിലും വർക്ക് ചെയ്യുന്നുമില്ല. അതായത് ഓരോ ജന്മങ്ങളിലും അതാത് പർപ്പസുമായിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ DMനെ കണ്ടുമുട്ടിയിരിക്കാം, നമ്മൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിഞ്ഞിരിക്കാം, അറിയാതെ തന്നെ നമ്മൾ ഒരു സോൾ ഷോക്കിലൂടെ കടന്നു പോയിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ്സിലേക്ക് നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പല ജന്മങ്ങളിലൂടെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഇൻകാർണേഷൻ വരുമ്പോഴാണ് 3D യൂണിയൻ നടക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജേർണിയിലാണെന്ന് മനസ്സിലാക്കി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇൻകാർണേഷൻ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു DM അല്ലെങ്കിൽ DF കണ്ടുമുട്ടിക്കഴിയുമ്പം DFൻ്റെ ചോയ്സാണ് ഈ ഒരു ജേർണി എന്ന് പറയാറുണ്ട്. ജേർണിയിൽ ചോയ്സ് ഇല്ല. ഇന്നർ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതെ അതേ പെയിനിലിരിക്കുക എന്നുള്ളത് മാത്രം നമ്മളുടെ ചോയ്സ് ആണെന്ന് പറയാറുണ്ട്, അല്ലേ? പലരും ഈ ജേർണിയിൽ വരുമ്പോൾ എന്ത് പറയും? എനിക്ക് ജോലിയുണ്ട്, എനിക്ക് കുടുംബമുണ്ട്. കോമൺലി നമ്മളൊക്കെ കേൾക്കുന്ന കാര്യമാണ്. കുറച്ച് നാൾ ഇന്നർ വർക്ക് ചെയ്യും, പിന്നെ അവർ ബാക്ക് കാർമിക്കിലേക്ക് പോകും. ദാറ്റ് മീൻസ് അവിടെ കർമ്മ ഇനിയും കഴിഞ്ഞിട്ടില്ല ആ ഒരു കാർമിക്കുമായിട്ട്. അല്ലെങ്കിൽ ആ ഒരു 3D ഓറിയൻറ്റഡ് പാറ്റേണിൽ ഉള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ ഫൊർഗീവ് ചെയ്യാനോ ലെറ്റ് ഗോ ചെയ്യാനോ അവരുടെ സോൾ ഇനിയും
ലെസൺസ് എടുത്തിട്ടില്ല. അത്രയും ലെസൺസ് എടുക്കണം. അപ്പം ലെസൺസ് എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെസൺസ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കാർമിക് ക്ലിയറൻസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വരുന്നത് കൊണ്ടാണ് അല്ലേ? പക്ഷേ ഈ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വരണമെങ്കിൽ എഗെയിൻ നമ്മൾ പ്രോപ്പറായിട്ടൊരു വർക്ക്, പ്രോപ്പറായിട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, പലരും വർക്ക് ചെയ്യുന്നവരുണ്ട്, പക്ഷേ സെയിം ലൂപ്പിൽ തന്നെ. മെയിൻ ഈ ലൂപ്പിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയിനാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി ഈ കണ്ടീഷനിങ്ങിൻ്റെ ഒക്കെ വെളിയിലുള്ള ഒരു ജേർണിയാണ്. ആത്മാവിൻ്റെ ലെവലിൽ അത്രയും പ്യൂരിറ്റിയോടെ നമുക്ക് ഓരോ സോളിനെയും, നമ്മളുടെ കൂടെയുള്ള ഓരോ സോളിനെയും കാണാൻ പറ്റണം. അത്രയ്ക്ക് ഒരു ഹൈ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന ഒരു ജേർണി. അപ്പോൾ അവിടെ വരെ വരണമെങ്കിൽ നമ്മൾ പല ജന്മങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് വരും. യെസ്, എന്നാൽ 3D യൂണിയൻ കഴിഞ്ഞിട്ട്, 3Dയിൽ ഒരു പെർമനൻറ്റ് യൂണിയൻ ട്വിൻ ഫ്ലെയിംസിനുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ ട്വിൻ ഫ്ലെയിംസിനും അത് 3D യൂണിയൻ സാധ്യമാണ്. പക്ഷേ ഈ ജന്മത്തിലുണ്ടോ, നമ്മൾ അവേക്കനിങ്ങിൽ വന്ന് ഈ ജന്മത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എഗെയിൻ അത് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ചാണെന്ന് പറയാം. സോൾ കോൺട്രാക്റ്റിൽ എന്താണോ ഉള്ളത് അതിൻ്റെ അനുസരിച്ചായിരിക്കും ഫെമിനൈൻ എനർജി ഇന്നർ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. അതായത് യൂണിവേഴ്സിൻ്റെ അത്രയും അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഓരോ ചുവടും, ഒരു മെഡിറ്റേഷൻ ആയാലും ഒരു ഹീലിംഗ് ഒക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ലൂപ്പിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ പറഞ്ഞു വന്നത്, ലാസ്റ്റ് ഇൻകാർണേഷനിൽ വരുമ്പോൾ നമ്മൾ അത്രയും കാർമിക് സൈക്കിൾസ് ക്ലിയർ ചെയ്തുകൊണ്ട് അത്രയും പ്യൂരിറ്റിയോടെ, അത്രയും എന്താ പറയുന്നത്, വർക്കും അത്രയും പേർപ്പസും ചെയ്തുകൊണ്ടായിരിക്കും ഈ 3D പെർമനൻറ്റ് യൂണിയനിലേക്ക് വരുന്നത്. അവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജേർണിയുമാണ്. പക്ഷേ അത്രയും യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ അവിടെ വരെ എത്തുന്നത്. അത്ര ഡെഡിക്കേറ്റഡ്ലി വർക്ക് ചെയ്ത് പെർമനൻറ്റ് യൂണിയനിൽ വന്നവർക്ക് പിന്നെ ഒരു ജന്മം കാണില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അത്രയും വലിയൊരു എന്താ പറയുന്നത്, സന്യാസിമാർ അല്ലെങ്കിൽ ആ എക്സ്ട്രീം പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്, ലോകത്തെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു അത്ര ത്രാണിയുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്, അവിടെ ട്വിൻ ഫ്ലെയിം ജേർണി അല്ല, പിന്നെയും കമ്പൈൻഡ് ആയിട്ട് ഒരു ബോഡിയിലായിരിക്കും അവർ ജനിക്കുന്നത്. അത് വളരെ റെയർ ആയിരിക്കും. അതല്ല എങ്കിൽ അവർക്ക് ഉള്ള ടാസ്കുകൾ അടുത്ത ലെവലായിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ഒത്തിരി ദേവീദേവന്മാരുണ്ട്, ഓരോ പർപ്പസുമായിട്ട് വരുന്നവർ, ഏഞ്ചൽസ് എന്ന് പറയാം, ഒക്കെയും അങ്ങനെ പല പല പേരുകളിലുള്ള. അതായത് ഇവിടെ ഇവരുടെ ടാസ്ക് ഹ്യൂമൻ ബർത്ത് അല്ല, ഹ്യൂമൻ ബർത്തിലേക്ക് ഹയർ പർപ്പസുമായിട്ട് വരുന്ന സോൾസിനെ അസിസ്റ്റ് ചെയ്ത്, അവരെ ഹെൽപ്പ് ചെയ്ത്, അവരെ ഗൈഡ് ചെയ്ത് അവരുടെ ആ ഒരു കംപ്ലീഷനിലേക്ക്, അതിപ്പം ട്വിൻ ഫ്ലെയിംസ് ആണെന്നല്ല, സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്നവരായിരിക്കാം, അങ്ങനെ ഉള്ള അത്രയും ഒരു ഹയർ പർപ്പസ്, അടുത്ത ലെവൽ ഓഫ് ഇതിലേക്ക്, ഒരു ഹയറാർക്കിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ഹ്യൂമൻ ബർത്ത് എന്നല്ല അതിൻ്റെ മീനിങ്, ബിയോണ്ട് ദാറ്റ്, ഒരു എന്താ പറയുന്ന ഒരു ഗാന്ധർവ ലോകം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിലേക്കൊക്കെയാണ് നമ്മൾ എത്തപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒറ്റ ആൻസർ മാത്രമാണ്. എഗെയിൻ ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മളുടെ കർമ്മം എത്രത്തോളം നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്, ലെസൺസ് എത്രത്തോളം നമ്മൾ പഠിച്ചു, എത്ര ഡെഡിക്കേറ്റഡ്ലി നമ്മൾ ഇതിന് ട്വിൻ ഫ്ലെയിം ജേർണിക്ക്, യൂണിയൻ അല്ല ട്വിൻ ഫ്ലെയിം ജേർണിക്ക് നമ്മൾ ഹോൾ ആൻഡ് സോൾ നമ്മുടെ ലൈഫിൽ സ്ഥാനം കൊടുക്കുന്നു, ദൈവത്തിൽ, ഡിവൈനിൽ നമ്മൾ യൂണിയൻ ആവാനായിട്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ്ലി വർക്ക് ചെയ്യുന്നു. ആൻഡ് ഇതെല്ലാം കൂടെയാണ് നമ്മുടെ സോൾ കോൺട്രാക്റ്റിൽ ഇമ്പാക്റ്റ് ആവുന്നത്. ഇനിയൊരു സജഷൻ കണ്ടിരുന്നു, ചെറിയ വീഡിയോസ് ഇടൂ, ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആവുന്നു, കേൾക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളത്. ആക്ച്വലി കണ്ടൻറ്റ് ഞാൻ റെഡിയാക്കി, അതായത് പ്രിപ്പയർ ചെയ്തിട്ടല്ല, എഴുതി റെഡിയാക്കിയൊക്കെ വളരെ ചുരുക്കം. ഈ പോയിൻറ്റ്സൊക്കെ ഇടുമ്പോൾ മാത്രമാണ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ടിടാറുള്ളത്. അല്ലാത്തത് ജസ്റ്റ് ആ ഒരു മെഡിറ്റേഷനൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡൗൺലോഡ്സ് വരുമ്പോൾ റെക്കോർഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇത് ഓരോ വീഡിയോയിൽ നിന്നും എനിക്കും പഠിക്കാൻ പല കാര്യങ്ങൾ കിട്ടാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് കേൾക്കുമ്പോൾ എനിക്കൊരു ഗൈഡൻസ് കിട്ടാറുണ്ട്. അപ്പം ഡിവൈൻലി ഗൈഡഡ് ആയിട്ടാണ് വീഡിയോസ് ഇടാറുള്ളത്. അതായത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇതിന് ഈ ഒരു ടാഗ് ലൈൻ കൊടുക്കണം, ഇങ്ങനെയൊന്നും ഇല്ല. സോ
എത്രയൊക്കെ പറയുന്നു എന്തൊക്കെ പറയുന്നു എന്നുള്ളത് എഗെയിൻ ഡിവൈൻലി ഗൈഡഡ് ആണ്. അതുകൊണ്ട് എത്ര മിനിറ്റ് ലെങ്തി ആണോ ഷോർട്ട് ആണോ എന്നുള്ളത് അതെൻ്റെ കയ്യിലുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് അവിടെ അങ്ങനെ നമുക്കത് ലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, സമയം കൂടുതൽ എടുക്കുന്നെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത് വരുന്നത് കൊണ്ടാണ്, അത് മനസ്സിലാക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് ഒരു 80% ഹീലായ ഒരു ട്വിൻ ഫ്ലെയിം ആണ് ഞാൻ. എനർജിയിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ, ഒത്തിരി വലിയൊരു സെൻറ്റൻസ് ആയിരുന്നു. അതിനെ ഷോർട്ടാക്കി പറയുകയാണ്. അതിൻ്റെ എസൻസ് എന്തായിരുന്നു, എനർജീനെ എങ്ങനെ കൺസിസ്റ്റൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതായിരുന്നു. അപ്പം ഇവിടെ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമുക്ക് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനൈൻ എനർജി ഫ്ലോ ഓഫ് ലൈഫാണ്. ആ ഒരു ലൈഫ് എനർജീനെ ഫ്ലോ ചെയ്തുകൊണ്ട് ഹയർ വൈബ്രേഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഹയർ വൈബ്രേഷനിൽ ഇരിക്കുക എന്നുള്ളതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തെ കാര്യം, നമ്മൾ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാതിരിക്കുക ഇൻ ദ സെൻസ് ഡിറ്റാച്ച് ആയി നിന്ന് കാര്യങ്ങളെ ചെയ്യുക. അതായത് ഓഫീസിൽ പോകരുതെന്നോ ജോലി ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യരുതെന്നോ ഒന്നുമല്ല ഇതിൻ്റെ മീനിങ്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഡിവൈനുമായിട്ടുള്ള ഒരു യൂണിയനാണ്. ഇതൊക്കെ പാർഷ്യലായിട്ട്, എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളപ്പം നമ്മളിത് ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തേത്, അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കാണും. ഫോർ എക്സാമ്പിൾ, മക്കൾ കാണും, ലൈഫ് പാർട്ട്ണർ കാണാം, പേരൻസ് കാണും, സിബ്ലിങ്സ് കാണും. ഇവരൊക്കെ കാർമിക്സ് ആണോ സോൾമേറ്റ്സ് ആണോ, ഇതൊക്കെ കാറ്റഗറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഫെമിനൈൻ എനർജി നന്നായിട്ട് വർക്ക് ചെയ്ത് 80% ഒക്കെ ഹീലായി കഴിയുമ്പോൾ അവരുടെ ലൈഫിലുള്ള കാർമിക്സ് എല്ലാം പോയി കഴിഞ്ഞിരിക്കും. പക്ഷേ സ്റ്റിൽ ടു നമ്മുടെ കൂടെ ഉള്ള എല്ലാ ബന്ധങ്ങളും ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ ഇനിയൊരു തരത്തിൽ അതൊരു കർമ്മബന്ധം തന്നെയാണ്, നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ വിളിച്ചാലും. പക്ഷേ ഇതെപ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒന്നും അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ മക്കളാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്, നാളെ എന്താണെന്നുള്ളത് അത് ഭഗവാന്റെ ഇഷ്ടം. അതായത് അവിടെ കൺട്രോളിങ്ങിൽ അവരുടെ ഒരു ലൈഫിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആസ് എ മദർ ആസ് എ ഫാദർ പറഞ്ഞു കൊടുക്കുക, ചെയ്യിക്കുക. പക്ഷേ ഡിറ്റാച്ചായി നിന്നുകൊണ്ട് ആ ഒരു സോളിന് ഒരു ഫ്രീഡം കൊടുത്തുകൊണ്ട് കൺട്രോളിങ് ഇതിലില്ലാതെ, കാരണം നമ്മളവിടെ കൺട്രോളിങ് അറിഞ്ഞോ അറിയാതെ കണ്ടീഷൻ്റെ ബേസിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും ലോവർ എനർജീസിലേക്ക് വരും, പിന്നെയും നമ്മൾ 3Dയിലേക്കാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ ഒരു ജേർണിയിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യം നമ്മുടെ എനർജി തന്നെയാണ്. കാരണം അത്രയും കഷ്ടപ്പെടുത്ത് ഇന്നർ വർക്കൊക്കെ ചെയ്ത് പിന്നെയും നമ്മൾ ഈ എനർജീനെ നമ്മൾ ലീക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്താണെങ്കിൽ പോലും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് എനർജി ലീക്ക് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളിലെ ലൈറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടാണ്. അതായത് വിത്ത് എ പർപ്പസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് തന്നിട്ടുള്ളത്. അപ്പം ആ പർപ്പസിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങൾ 80% ഹീൽഡ് ആണോ അല്ലെങ്കിൽ പെർമനൻറ്റ് യൂണിയൻ കഴിഞ്ഞോ ഇതൊന്നും മാറ്റർ അല്ല. ട്രിഗേഴ്സ് വന്നുകൊണ്ടിരിക്കും. മാറ്റർ എന്താണ്, നിങ്ങൾ എത്രത്തോളം ബാലൻസ്ഡ് ആണ്, ആ ചാലഞ്ചസിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് പലരും വിചാരിക്കും യൂണിയൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഹെവൻലി ലൈഫാണ്. ഓഫ് കോഴ്സ് അത് ഹെവൻലി ലൈഫാണ്. പക്ഷേ അവിടെയും നമ്മൾക്ക് ചാലഞ്ചസ് കൂടുതൽ അടുത്ത ലെവൽ ഓഫ് ചാലഞ്ചസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എത്രത്തോളം ബാലൻസ്ഡ് ആണ് അതാണ് മാറ്റർ. കാരണം നമ്മൾ ഒരു ഡിവൈൻ എനർജിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലും പലപ്പോഴും നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ്, കാരണം നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങുമാണ്, ഹ്യൂമൻ ബോഡിയിലാണ്, ഈ ഇമോഷൻസ് നമ്മളെ താഴേക്ക് ലോവർ വൈബ്രേഷൻസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഫീൽ ആകുക ഇമോഷൻസിനെ, അതിന് സപ്രസ് ചെയ്യുകയും ചെയ്യരുത്. 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ 1 മണിക്കൂർ ആ ചാലഞ്ചസിനെ ഫീൽ ആകുക, ഇമോഷൻസിനെ ഫീൽ ആകുക, ദെൻ റിലീസ്, ദെൻ ഹയർ അപ്പ്.
നമ്മൾ ആ ഒരു ഡിവൈൻ പേർപ്പസുമായിട്ട് വന്നിട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അടുത്തതായിട്ട് പറഞ്ഞു തരാനുള്ളത്, നമ്മളിവിടെ കൺസിസ്റ്റൻസി എന്ന് വിചാരിക്കുമ്പോൾ ഒരു 3D ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ലൈഫ് സ്റ്റൈലിലേക്ക്, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഇവിടെ ഈ ഒരു പോയിൻ്റ് ഓഫ് ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്കെന്നും ഒരു ടു ഡു ലിസ്റ്റിൽ വരാൻ പറ്റില്ല. അതായത് 3Dയിൽ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യണം, ഇത്ര ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം. നെവർ. ഈ ഒരു ജേർണിയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങൾ തരുന്ന ഓരോ ന്യൂ ബേർത്ത് ആണെന്ന് പറയാം. അപ്പം ഈ പുതിയ അനുഭവങ്ങൾ പറയുന്നത് പലപ്പോഴും ട്രിഗേഴ്സ് ആയിരിക്കും, പലപ്പോഴും ബ്ലെസ്സിങ്സ് ആയിരിക്കും, പലപ്പോഴും എന്തെങ്കിലും എക്സ്പീരിയൻസസ് ആയിരിക്കും, ലെസൺസ് ആയിരിക്കും. അപ്പം ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ സമയത്ത് ഞാൻ ഇത് ചെയ്യണം എന്ന് ഇന്നലെ ഞാൻ ഫിക്സ് ചെയ്ത ഒരിക്കലും ആ കൺസിസ്റ്റൻസി നടക്കില്ല. വരുന്നത് പോലെ കാര്യങ്ങളെ എടുക്കാനായിട്ട് പഠിക്കുക. ഇന്നിപ്പം ഫോർ എക്സാമ്പിൾ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ലൈവിൽ വരുന്നില്ല എന്നുള്ളത്. ലൈവിൽ ഫോസിബിളി വരാൻ ഒരിക്കലും പറ്റില്ല അല്ലേ. അത് ആ ഡിവൈൻ ടൈം ആകുമ്പം വരാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പോവുക, വരിക, ആ ഫ്ലോ ഓഫ് ലൈഫിലേക്ക് വരിക. അതായത് പെർട്ടിക്കുലർ എന്തെങ്കിലും ട്രിഗർ വന്നോ അവെയർനെസ്സിലിരിക്കുക എപ്പോഴും. ഇത് ട്രിഗറാണ്, ഞാനൊരു സോൾ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ ഗ്രൗണ്ടിങ് ചെയ്യുക മാത്രമാണ് ഞാൻ ഇവിടേക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ആൻഡ് ഒരിക്കലും ഈ ടു ഡു ലിസ്റ്റ് വെക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കൺട്രോളിങ് കൺസിസ്റ്റൻസി മിസ്സാവുന്നത്. അതായത് ഇന്ന സമയത്ത് ഇത് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോസ്മിക് എനർജീസ് വ്യത്യാസം വരുമ്പം നമുക്ക് ഉറക്കം കൂടുതലായിരിക്കും, ചിലപ്പം ഉറക്കം കാണില്ല. ഇതൊക്കെയും നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ അറിഞ്ഞോ അറിയാതെ ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. ഭക്ഷണം കൂടുതൽ കഴിക്കണമെന്ന് തോന്നും, പലപ്പോഴും കൂടുതൽ ഒട്ടേ കഴിക്കാൻ തോന്നില്ല. ഇതിനെയൊക്കെ അനുസരിച്ച് നമ്മുടെ ബോഡിയും നമ്മുടെ സോളും എന്താണോ പറയുന്നത് അതിൻ്റെ അനുസരിച്ച് പോവുക എന്നുള്ളതാണ് ഈ ജേർണിയിൽ കൺസിസ്റ്റൻസി, ഒരു ഹയർ വൈബ്രേഷനിൽ നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരുന്ന് കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ക്ലാരിറ്റി കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓരോ മൊമെൻറ്റും അങ്ങനെ ഇരിക്കുമ്പം സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ ആ വരുന്ന ഫ്ലോയിലുള്ള കൺസിസ്റ്റൻസീനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലായ്പ്പോഴത്തെയും പോലെ ഈ വീഡിയോയും കുറേ നീണ്ടു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിനെ കുറിച്ച് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ അവസാനം ആഴ്ചയിൽ പുതിയ ക്ലാസ്സസ് തുടങ്ങുന്നതാണ്. ഞാൻ പോസ്റ്റർ ഇന്നോ നാളെയായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ, TFന് മാത്രമാണോ ആകാശിക് റെക്കോർഡ് പഠിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നതെന്നുള്ള ക്വസ്റ്റ്യന് ഒരിക്കലും അല്ല. സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ പോകുന്നവർക്ക്, ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ളവർക്ക്, ഇന്നർ കോളിംഗ് ഉള്ളവർക്ക്. ആകാശിക് റെക്കോർഡ് ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് അസെൻഷൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാമോ എന്നുള്ള ഒത്തിരി ചോദ്യങ്ങളുള്ളവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആകാശിക് ഞാൻ പഠിച്ചപ്പോഴും എൻ്റെ അസെൻഷൻ്റെ വളരെ ഇനിഷ്യൽ സ്റ്റേജിലാണ് ഞാൻ പഠിച്ചത്. അതായത് അസെൻഷനിൽ വന്നും ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ആകാശിക് റെക്കോർഡ് പേഴ്സണലി ഞാൻ പഠിച്ചത്. അന്ന് ആകാശിക് റെക്കോർഡ് എന്താണെന്ന് പോലും ശരിക്കും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വേർഡ് എപ്പോഴും പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം എനിക്ക് ആകാശിക് റെക്കോർഡ് പഠിക്കണമെന്ന് തോന്നി. ഇതെന്താണ് സംഭവം എന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കി വന്നപ്പം എൻ്റെ ഗുരുനാഥനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, നിങ്ങൾ ആകാശിക് റെക്കോർഡല്ല, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പഠിച്ചിട്ട് ആകാശിക് റെക്കോർഡ് പഠിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് അത്രയും റെസ്പെക്റ്റ്ഫുള്ളി ഞാൻ അന്ന് PLRും പഠിച്ചു. പക്ഷേ അന്ന് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, കാരണം എൻ്റെ ജോബ് വേറെ ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്, ഞാൻ എന്തിനാണ് ഇത്ര വലിയ കോഴ്സുകൾ പഠിക്കുന്നത് എന്നൊക്കെ ഉള്ള പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു വാല്യൂ എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ഹീലാവുന്നുണ്ടായിരുന്നു ഇനീഷ്യലി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻറ്റ്യൂട്ടീവ് പവറൊക്കെ ഭയങ്കരമായിട്ട് കൂടി അത് പഠിച്ചപ്പോഴും. പക്ഷേ ഈ സംഭവം ആ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ റീഡിങ്സ് പോലും എനിക്ക് വേണ്ടി എടുക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു വാല്യൂ, എനിക്ക് ദൈവം കൊണ്ടുതന്ന ആ ഒരു ഗിഫ്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. സോ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം അത് എന്തുകൊണ്ടാണ് അന്ന് എന്നെ പഠിപ്പിച്ചതെന്നും ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ തന്നതെന്നും.
അത് കഴിഞ്ഞ് ഞാൻ എന്തുകൊണ്ട് സ്വയം റീഡിങ്സ് എടുക്കാൻ തുടങ്ങിയെന്നും ഇന്ന് മറ്റുള്ളവർക്ക് എത്രയോ പേർക്ക് റീഡിങ്സ് എടുത്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഒരു പ്രീ പ്ലാനിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്നർ കോളിംഗ് ഉണ്ടെങ്കിൽ, ആ വേർഡിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രമാണ് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള ഒരു ആൻസർ. അപ്പം ജൂൺ ലാസ്റ്റ് വീക്കിൽ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലെവലിൻ്റെ. ആഗ്രഹമുള്ളവർക്ക് ചേരാവുന്നതാണ്. ഇതല്ലാതെ കാർമിക് കോഡ് കട്ടിങ്, നമ്മൾ കോഡ് കട്ടിങ് ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു പ്രോപ്പർ വേയിൽ ചെയ്യാതെ ആ കോഡ് പൂർണ്ണമായിട്ടും കട്ടാവാറില്ല, അത് ഏതൊരു കാർമിക്സുമായിട്ടാണെങ്കിലും. അപ്പോൾ ഈ കാർമിക് കോഡ് കട്ടിങ് ആൻഡ് ഹീലിങ്ങിൻ്റെ ഒരു സെഷൻ നമ്മൾ ജൂൺ 4th, 5th, 6th 3 ദിവസമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. 3 to 4 PM ആണ് ടൈമിങ്സ്. കാരണം നൈറ്റ് അവേഴ്സിൽ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു കോഡ് കട്ടിങ് ആസ് എ ഹീലർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഡേ അവേഴ്സിൽ ഗൈഡഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ചേരാവുന്നതാണ്. ഇനിയും ലൈവിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ജോലിയുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അവർക്കത് പ്രാക്ടീസ് ചെയ്യാം. സോ ദാറ്റ് മുമ്പോട്ട് നിങ്ങളുടെ ജേണിയിൽ, ഞാൻ ഈ 3 ദിവസത്തിൽ നിങ്ങളുടെ 100% കോഡ്സ് കട്ട് ചെയ്ത് ഹീലാവും എന്നല്ല പറയുന്നത്, മേജർ ബ്ലോക്കേജസ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം മുമ്പോട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കോഡ് കട്ടിങ് പോലത്തെ മേജർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനോ ആകാശിക് റെക്കോർഡ് റീഡിങ്സിനോ പാസ്റ്റ് ലൈഫ് റിഗ്രഷനോ അല്ലെങ്കിൽ റേക്കി ഹീലിങ്ങിനോ ഒക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.